സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും അനന്ത ഉണ്ടായിരിക്കട്ടെ. മഹിമയുള്ള പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത് ഡിസേൺമെൻറ്റിൻ്റെ വരത്തിന് വേണ്ടിയിട്ടാണ്. ഷാലോം ടി വിയുടെ പ്രേക്ഷകർ ദൈവസന്നിധിയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ കാലയളവിൽ കർത്താവെ ദൈവിക ജ്ഞാനം നൽകണമേ. ഈ ആരാധനകളിലൂടെ ദൈവം നൽകുന്ന സന്ദേശങ്ങളെല്ലാം ബുദ്ധിയുടെ മണ്ഡലത്തിൽ, വിവേകത്തിൻ്റെ മണ്ഡലത്തിൽ, ജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിൽ നമുക്കൊരു വിവേചന ശക്തി ഉണ്ടാകണം. ശരിയും തെറ്റും തിരിച്ചറിയണം. എല്ലാം ഒരുപോലെയല്ല. പല കാര്യങ്ങളിലും തിരിച്ചറിവില്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു, പാളിപ്പോകുന്നു. അതുകൊണ്ട് ഈ ഡിസേൺമെൻറ്റ് വേണം. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു പയ്യൻ, അവൻ്റെ ജീവിതത്തിലെ വലിയൊരു അപകടം അവൻ എന്നോട് പറഞ്ഞത്, അവൻ്റെ ഏതോ ഒരു അധ്യാപകൻ ഈ ക്ലാസ്സിൽ പൊതുവായി പറഞ്ഞു, മാസ്റ്റർബേഷൻ ഈസ് എ സേഫ്റ്റി വാൽവ്. സ്വയംഭോഗം ചെയ്യുന്നത്, അങ്ങനെ അശുദ്ധ പാപം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനൊരു റിലാക്സേഷന് നല്ലതാണെന്ന്. ഈ കുഞ്ഞു മനസ്സിൽ ആ തിന്മ, ദുരുപദേശം, അവനത് ഡിസേൺ ചെയ്യാൻ പറ്റാതെ പോയി. അവൻ ആ പാപത്തിന് അടിമയായി. പിന്നീട് അവന് ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്നത് മാത്രമല്ല, മറിച്ച് അവൻ്റെ ബന്ധങ്ങളിൽ പോലും തിന്മ കടന്നുകൂടി. അവൻ്റെ ജീവിതം തകർന്നു, തളർന്നുപോയി. ആ കുഞ്ഞ് ആത്മഹത്യയുടെ വക്കിലെത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ കാലത്തിൽ ലോകം തരുന്ന ചില ദുരുപദേശങ്ങളെ തിരിച്ചറിയാൻ ഡിസേൺമെൻറ്റിൻ്റെ വരം വേണം. അതുകൊണ്ട് ബൈബിളിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയാണ് എന്താണ് യഥാർത്ഥ വിശ്വാസം, എന്താണ് പ്രാരംഭ വിശ്വാസം, എന്താണ് ദൈവം നമുക്ക് തരുന്ന കൃപ, ശുദ്ധീകര കൃപ, പ്രവർത്തക കൃപ, എന്താണ് ദൈവം നമുക്ക് തരുന്ന അനുവദിക്കുന്ന രോഗങ്ങൾ. അത് പാപം മൂലമുള്ള രോഗങ്ങളുണ്ട്, അത് ദൈവം മഹത്വത്തിൻ്റെ രോഗങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് കതിരും പതിരും തിരിച്ചറിയുന്ന ഈ ശുശ്രൂഷയാണിത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു രണ്ടാം സ്പർശനം തരും. There are two touches of God. There are two touches of God. രണ്ട് തരം സ്പർശനങ്ങളുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ ഒരു ആദ്യ സ്പർശനം, രണ്ട് ഒരു രണ്ടാം സ്പർശനം. ആദ്യത്തെ സ്പർശനം കിട്ടിയവരാണ് ഒട്ടുമിക്കാലും ആളുകൾ. പക്ഷേ ഒരു സെക്കൻഡ് ടച്ച് കിട്ടുന്നവർക്ക് മാത്രമേ ഭൂമിയിൽ ദൈവത്തിന് സാക്ഷ്യമായി മാറാൻ പറ്റൂ. അത് ബൈബിളിൻ്റെ പാഠമാണ്, സുവിശേഷത്തിൻ്റെ പാഠമാണ്. നമുക്കറിയാം, അത് മനസ്സിലാക്കാൻ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലൊരു സംഭവം നമുക്ക് മനസ്സിലാക്കാം, അറിയാം. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ ഒരു അന്ധനെക്കുറിച്ച് കാണുന്നുണ്ട്. 22 മുതലുള്ള വാക്യങ്ങളാണ്. ഇങ്ങനെ വായിക്കുന്നു: പിന്നീട് അവൻ ബെത്സയിദായിലെത്തി. കുറേ പേർ ഒരു അന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഈ ക്ലാരിറ്റി ഓഫ് സൈറ്റ്, ഈ ഒരു വ്യക്തിക്ക് കാഴ്ചകൾ വ്യക്തമാകണമെങ്കിൽ, ഡിസേൺമെൻ്റ് ഉണ്ടാകണമെങ്കിൽ ഒരു സെക്കൻഡ് ടച്ച് വേണം. പ്രിയപ്പെട്ടവർ, ഈ അന്ധൻ, കുറേ പേരാണ് അവനെ പിടിച്ച് ഈശോയുടെ അടുത്ത് കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ അവന് തന്നെ വരാനുള്ള ശേഷിയില്ല. കുറേ പേര് അവനോട് പറഞ്ഞു, ഡാ നീ പൊട്ടനാണ്, നിനക്ക് കാഴ്ചയില്ല, നീ ഇങ്ങനെ നടന്നാൽ ശരിയാകില്ല, തട്ടി വീഴും, നീ എവിടെയെങ്കിലും കുഴിപ്പെടുത്തിക്കും. അതുകൊണ്ട് കുറേ പേര് നിർബന്ധം കൊണ്ട് അവന് ഈശോയുടെ അടുത്ത് വന്നു. എന്നിട്ടും അവൻ മിണ്ടുന്നില്ല. അപ്പോൾ ഈശോ എന്ത് ചെയ്തു? അവനെ കൈക്ക് പിടിച്ച് ഈ ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് കൊണ്ടുപോയി. ഒരുപാട് അർത്ഥതലങ്ങളുള്ള വാക്കുകളാണ്. ബൈബിളിൽ ഗ്രാമം എന്ന് പറയുന്നത് തിന്മയുടെ ഒരു ഈറ്റില്ലമാണ്.
പരിമിതികളുടെയും കുറവുകളുടെയും സ്ഥലമാണ്. അതുകൊണ്ടാണ് രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോയി എന്നൊക്കെ പറയുക. ജെറുസലേം പട്ടണമാണ്, എന്നാൽ ഗ്രാമത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ കിഴക്കിൻ്റെ പ്രകാശത്തിൽ നിന്ന് ഇരുളിൻ്റെ ഗ്രാമത്തിലേക്ക് പോയി. അപ്പോൾ ഗ്രാമം എപ്പോഴും പരിമിതികളുടെ സ്ഥലമാണ്, ദൗർബല്യങ്ങളുടെ സ്ഥലമാണ്. അതുകൊണ്ട് ഈശോ അവൻ്റെ കൈക്ക് പിടിച്ച് ഈ ഗ്രാമത്തിൻ്റെ വെളിയിലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ പരിമിതികളിൽ നിന്ന്, അവൻ്റെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഈശോ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഈശോ അവനെ ഒന്ന് തൊട്ടു. അവൻ്റെ കണ്ണിൽ തുപ്പിയിട്ട് പറഞ്ഞു, കൈകൾ വെച്ചിട്ട് ചോദിച്ചു, എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇതാണ് ഫസ്റ്റ് ടച്ച്. ഇതെല്ലാവർക്കും കിട്ടും. ദൈവം നമ്മളെ ആദ്യമേ ഒന്ന് തൊടും. അതാണ് മാമോദീസായിലൂടെ നമുക്ക് കിട്ടുന്ന സ്പർശനം. ഈ വിശ്വാസം ഒക്കെ ദൈവം മാതാപിതാക്കളിലൂടെ തന്നത് ആദ്യത്തെ സ്പർശനമാണ്. പള്ളിയിൽ വരാൻ പറ്റിയത്, ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ പറ്റിയത്, ഈശോയെ പരിചയപ്പെട്ട് കിട്ടിയത് നമുക്ക് ആദ്യത്തെ സ്പർശനമാണ്. അവൻ ചോദിച്ചു, ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെ കാണുന്നുണ്ടോ? അന്ധൻ പറഞ്ഞു, ഞാൻ മനുഷ്യനെ കാണുന്നുണ്ട്, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അവരെല്ലാം മരങ്ങളെ പോലെ ഇരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യരൊക്കെ മരങ്ങളെ കണക്കെ ചലനങ്ങളില്ല, പക്ഷെ വളരുന്നുണ്ട്. മൂവ്മെൻ്റ് ഇല്ല. ചത്തുപോയ കുറേ മനുഷ്യർ, ചെറിയ ജീവനുള്ള ചെറിയ മനുഷ്യർ. അതുമാത്രമല്ല, ഇത് മരങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ മരങ്ങളൊക്കെ നമുക്ക് വെട്ടിക്കീറാൻ, ഫർണിച്ചർ ഉണ്ടാക്കാൻ, തീയരിക്കാൻ നമ്മുടെ ഉപയോഗത്തിനുള്ളതാണ്. മനുഷ്യരൊക്കെ മരങ്ങളെപ്പോലെയാണ് കാണുന്നത്. എനിക്ക് ഉപയോഗിക്കാനുള്ള മരങ്ങൾ, എൻ്റെ ആവശ്യത്തിനുള്ള ഉപഭോഗ വസ്തുക്കളായി മനുഷ്യർ. ഈശോ മനസ്സിലാക്കി, ഇവന് ഒരു സെക്കൻഡ് ടച്ച് ഉണ്ടെങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ സ്പർശനത്തിൽ അവ്യക്തമായ കാഴ്ചകളേ ഉള്ളൂ, നിഴൽ പോലുള്ള കാഴ്ചകളാണ്. അതിനാൽ ഈശോ വീണ്ടും അവൻ്റെ കണ്ണിൽ കൈയെടുത്ത് വെച്ചു. സെക്കൻഡ് ടച്ച്. അവൻ കാഴ്ച വ്യക്തമായി കണ്ടു. അവൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ മനുഷ്യരായി കാണുന്നു. ക്ലിയറായി. ഈ സെക്കൻഡ് ടച്ച്, ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട്, കിട്ടിയ ആത്മീയത കൊണ്ട് ജീവിക്കുന്നവർ. എവിടെയോ ഒരിക്കൽ ഒരു ധ്യാനത്തിൽ ഒരു സ്പർശനം കിട്ടി, അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ മുടന്തി ജീവിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ പൗലോസ് ലീഗ തിമോഥെയോസിനോട് പറയുന്നുണ്ട്, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് കിട്ടിയ കൃപാവരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ എന്നോട് ആവശ്യപ്പെടുന്നു. സെക്കൻഡ് ടച്ച് വേണം. ഇത് ആദിമസഭയുടെ രീതിയായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ ആ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ അവർക്ക് ചുറ്റും കൂടിയിരുന്ന് പ്രാർത്ഥിച്ചവർക്ക്, ശിഷ്യന്മാർക്ക് ഒരു ഫസ്റ്റ് ടച്ച് കിട്ടുന്നു. അതാണ് പെന്തക്കൊസ്ത. പെന്തക്കൊസ്താ ദിനം സമാഗതമായപ്പോൾ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2, പെന്തക്കൊസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. ഇതാണ് ഫസ്റ്റ് ടച്ച്. ആദ്യത്തെ സ്പർശനമാണ്. ഓരോരുത്തരുടെയും മേൽ ഈ പരിശുദ്ധാത്മാവ് വന്ന് തൊട്ടു. പക്ഷേ വിഷയം എന്താണെന്നറിയാമോ? ഈ സ്പർശനം കിട്ടിയപ്പോൾ അവർ ഭാഷകളിൽ സംസാരിച്ചു, അവർ ഭാഷാപരത്തിൽ സംസാരിച്ചു, അവർ ദൈവത്തെ ആരാധിച്ചു, അവർ ദൈവത്തെ പ്രഘോഷിച്ചു. പക്ഷേ വിഷയം എന്താണെന്നറിയാമോ? ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവർ നടുങ്ങിപ്പോയി. ഒരു ക്രൈസിസ് ഉണ്ടായപ്പോൾ അവരുടെ ധൈര്യം ചോർന്നുപോയി. ഈ ആദ്യത്തെ സ്പർശനം പോരാ. അതുകൊണ്ടാണ് 4-ാം അധ്യായത്തിൽ വിശ്വാസികൾ ധൈര്യത്തിനായി പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമുണ്ട്. അതൊരു സെക്കൻഡ് ടച്ചിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിച്ചത്. പെന്തക്കൊസ്തായിൽ അവർക്കൊരു 1-ാം സ്പർശനം കിട്ടി, പക്ഷെ പോരാ. മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. എന്ന് പറഞ്ഞാൽ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും ഈ ആദിമ സമൂഹത്തെ, ശിഷ്യന്മാരെ വിളിച്ചിട്ട് വാണിംഗ് കൊടുത്തിട്ട് പറഞ്ഞു, മേലാൽ നസ്രായൻ്റെ നാമത്തിൽ ഇനി മിണ്ടിപ്പോകരുത്. ഇത് കേട്ടപ്പോൾ അവർ വിരണ്ടുപോയി, പേടിച്ചുപോയി, ധൈര്യം പോയി, നഷ്ടധൈര്യരായി. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അപകടമാണ് ഭയപ്പെട്ട് ജീവിക്കുക, ധൈര്യമില്ലാതെ ജീവിക്കുക, മനസ്സിന് ബലമില്ല, തലയെടുപ്പുകളില്ല, ചെറിയ ഇഷ്യൂ മതി തളർന്നു പോവുക. പ്രിയപ്പെട്ടവരെ, അവരെന്താ ചെയ്തതെന്നറിയാമോ? അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിച്ചു. പെന്തക്കൊസ്തായിൽ അനോയിൻറ്റിങ് കിട്ടിയവരാ, ആത്മാവ് വന്ന് നിറഞ്ഞു നിന്നവരാ.
പക്ഷേ ഒരു ക്രൈസിസ് വന്നപ്പോൾ വീണുപോയി, തളർന്നുപോയി. ഇവരെന്ത് ചെയ്തു? അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവീദിൻ്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാവ് മുഖേന അവിടുന്ന് ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, കർത്താവിനും അവിടുത്തെ അഭിഷിക്തർക്കും എതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവിടുന്ന് അഭിഷേകം ചെയ്ത് അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹേറോദേസും പൊന്തിയോസ് പീലാത്തോസും വിജാതീയരോടും ഇസ്രായേൽ ജനങ്ങളോടുമൊപ്പം സത്യമായും ഈ നഗരത്തിൽ ഒരുമിച്ചുകൂടി അവർ ഞങ്ങളെ ഭയപ്പെടുത്തുന്നു. എന്നിട്ട് അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, അതിനാൽ അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ വേണ്ടി അവിടുത്തെ കൈകൾ ഒരിക്കൽ കൂടെ നീട്ടണമേ. വചനം ധൈര്യപൂർവ്വം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ. എന്താ സംഭവിച്ചെന്നറിയാമോ? അടുത്ത വചനം, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ഇതാണ് സെക്കൻഡ് ടച്ച്. പിന്നീട് അവരൊരിക്കലും ഭയപ്പെട്ടിട്ടില്ല. പിന്നെ ഏത് വാളും കുന്തവും വടിയും പന്തവും ആര് വന്നാലും ഒരു കുഴപ്പമില്ല, കൊന്നോളാൻ പറയും. ഇതാണ് സെക്കൻഡ് ടച്ച്. ഈ കാലഘട്ടത്തിൽ വേണ്ടത് ഈ സെക്കൻഡ് ടച്ചാണ്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഒരു രണ്ടാം സ്പർശനം തരണം, എന്നെ അനുഗ്രഹിക്കണം. നമുക്ക് സാധിക്കുന്നവരെ എഴുന്നേറ്റ് നിന്നോ മുട്ടുകുത്തി നിന്നോ ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിക്കണം. കർത്താവേ, കിട്ടിയ വിശ്വാസം അത് ജ്വലിപ്പിച്ച് തരണം. ഈ കാലഘട്ടത്തിൽ എന്നെ ഭയപ്പെടുത്തുന്ന, വേട്ടയാടുന്ന, ഒരുപാട് ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീവിതത്തിൽ ശക്തി ചോർന്നു പോവുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ പോലും എന്നെ വെല്ലുവിളിക്കുകയാണ്. അനുസരണമില്ലാത്ത വഴികളിലൂടെ നടന്ന് എൻ്റെ സാക്ഷി ജീവിതത്തെ നിർജീവമാക്കുകയാണ്. എൻ്റെ കുടുംബത്തിൽ വെല്ലുവിളികൾ ഉയരുകയാണ്. എൻ്റെ ബന്ധങ്ങൾ, പ്രിയപ്പെട്ടവർ എൻ്റെ ഈ പ്രാർത്ഥനാ ജീവിതത്തെ വെല്ലുവിളിക്കുകയാണ്. എൻ്റെ ആത്മീയ ജീവിതത്തെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ്. എനിക്ക് ബലമില്ലാതെ പോകുന്നു. ദൈവമേ, എനിക്ക് ബലം തരണം. വീണ്ടും അങ്ങയുടെ തുളയ്ക്കപ്പെട്ട കരം ഒരിക്കൽ കൂടി എൻ്റെ ശിരസിൽ വയ്ക്കണം. ഒരു അനോയിൻറ്റിങ് വേണം. എന്നെ ഒന്ന് കാണുവാൻ, എന്നെ ഒന്ന് തൊടുവാൻ യേശുവേ നീ വരണേ. എന്നെ ഒന്ന് കാണുവാൻ, എന്നെ ഒന്ന് തൊടുവാൻ യേശുവേ നീ വരണേ. എന്നെ ഒന്ന് കാണുവാൻ, എന്നെ ഒന്ന് തൊടുവാൻ യേശുവേ നീ വരണേ. എന്നെ ഒന്നു കേൾക്കുവാൻ, എന്നോടൊന്നു മിണ്ടുവാൻ യേശുവേ നീ വരണേ. എന്നെ ഒന്നു കേൾക്കുവാൻ, എന്നോടൊന്നു മിണ്ടുവാൻ യേശുവേ നീ വരണേ. കർത്താവേ, അവിടുത്തെ കരത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ ശരണപ്പെടുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുകയാണ്, അവിടുത്തെ ഒരു സ്പർശനം ഒരിക്കൽ കൂടി നൽകാതെ ഞങ്ങൾ വീണ്ടെടുക്കപ്പെടുകയില്ല. ഞങ്ങളുടെ മനസ്സ് തളരുന്നതിൻ്റെ കാരണം സ്വർഗത്തിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ്. The solution to every problem in this world is Holy Spirit. ഈ ഭൂമിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം, ഏക പരിഹാരം നിന്നിലെ പോസിറ്റീവ് എനർജിയാണ്, നിന്നിലെ പരിശുദ്ധാത്മാവാണ്. കർത്താവെ, നീ തൊടണം, എന്നെ സ്പർശിക്കണം, അനുഗ്രഹിക്കണം. സങ്കീർത്തനം 77:10 എന്നെ പഠിപ്പിക്കുന്നുണ്ട്, അത്യുന്നതൻ്റെ ശക്തി എന്നിൽ പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണമെന്ന് ഞാൻ പറഞ്ഞു. അത്യുന്നതൻ്റെ ശക്തി എന്നിൽ മാനിഫെസ്റ്റ് ചെയ്യാത്തതാണ്, അവിടുത്തെ സ്പർശനം എനിക്ക് വീണ്ടും കിട്ടാത്തതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം. അതിനാൽ കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് വന്നിരിക്കുന്നത് എനിക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനുമാണ്. ലൈഫ് ഇൻ ഇറ്റ്സ് അബണ്ടൻസ്. വീണ്ടും എന്നെ തൊടണം,
ഞാൻ വീണു പോകാൻ അനുവദിക്കരുത്. കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അങ്ങേ കാണാൻ എൻ കൺകളിന്മേൽ ഒരഭിഷേകത്തെ വീണ്ടും പകരേണമേ. അങ്ങേ കേൾപ്പാൻ എൻ കാതുകളിൽ ഒരഭിഷേകത്തെ വീണ്ടും പകരേണമേ. അങ്ങേ കാണാൻ എൻ കൺകളിന്മേൽ ഒരഭിഷേകത്തെ വീണ്ടും പകരേണമേ. അങ്ങേ കേൾപ്പാൻ എൻ കാതുകളിൽ ഒരഭിഷേകത്തെ ഇന്നു പകരേണമേ. അങ്ങേ തൊടാൻ എൻ കൈകളിന്മേൽ ഒരഭിഷേകത്തെ വീണ്ടും പകരേണമേ. അഭിഷേകം തരണമേ. തൊടാൻ എൻ കൈകളിന്മേൽ ഒരഭിഷേകത്തെ വീണ്ടും പകരേണമേ. കൊതിയാണപ്പാ കൊതിയാണപ്പാ സ്പർശിക്കണമേ. നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ നെഞ്ചോട് ചാഞ്ഞു കിടന്ന് സാന്നിധ്യത്തിൽ അങ്ങയുടെ അഭിഷേകം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നപ്പാ. കൊതിയാണപ്പാ കൊതിയാണപ്പാ അഭിഷേകം തരണമേ. നിൻ സ്നേഹത്താൽ പൊതിയാ. നിൻ സാന്നിധ്യത്തിൽ മറയാൻ. ഹല്ലേലൂയ യേശുവേ ആരാധന 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 ആരാധന. നന്ദി യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാം വചനത്തിൽ അവിടെ നിന്നിങ്ങനെ മരിച്ച കാര്യം യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അവൻ തല ചായ്ച്ച് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു. അവൻ തല ചായ്ച്ച് തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു. He reclined his head and handed over the spirit. മരണത്തിനപ്പുറത്തേക്കൊരർത്ഥതലം അതിനുണ്ട്. ഈശോ മരിച്ചത് ആത്മാവിനെ സമർപ്പിക്കാനാണ്. He reclined his head. അവൻ പിന്നിലേക്ക് തലചായ്ച്ചു എന്നാണ് യോഹന്നാൻ പറയുക. റിക്ലൈനിങ്, പിന്നിലേക്ക് തലചായ്ക്കുന്നു. ഈശോയുടെ ശിരസിൻ്റെ പിന്നിൽ എന്താണെന്ന് യോഹന്നാൻ വീണ്ടും എഴുതി വച്ചിട്ടുണ്ട്. യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ യേശുവാണ്, പുത്രനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. എന്ന് വെച്ചാൽ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന എന്നാണ് അതിൻ്റെ ഗ്രീക്ക് പാഠം. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന മകനാണ് അപ്പനെ വെളിപ്പെടുത്തിയത്. അവൻ കുരിശിൽ കിടന്നാലും അങ്ങനെയെങ്കിൽ യോഹന്നാൻ പറയുകയാണ് അപ്പൻ്റെ മടിയിലാണ് അവൻ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവൻ പിന്നിലേക്ക് തല ചായ്ച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പൻ്റെ നെഞ്ചിലേക്ക് അവൻ തല ചായ്ച്ചു. അപ്പൻ്റെ മടിയിലിരിക്കുന്നവൻ കുരിശിൽ കിടന്ന് പിന്നിലേക്ക് തല ചായ്ച്ചു എന്ന് യോഹന്നാൻ എഴുതുമ്പോൾ അപ്പൻ്റെ നെഞ്ചിലേക്കാണ് അവൻ തല ചായ്ച്ചത്. വീണ്ടും യോഹന്നാൻ 15:26 എഴുതി വെച്ചിട്ടുണ്ട്, അപ്പൻ്റെ നെഞ്ചിൽ എന്താണ് ഇരിക്കുന്നത്? ആബായുടെ നെഞ്ചിൽ സത്യാത്മാവാണ്. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്ന പരിശുദ്ധാത്മാവ്, സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവാണത്. പിതാവിൻ്റെ നെഞ്ചിലിരിക്കുന്നത് സത്യാത്മാവ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് അപ്പൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചു എന്ന് പറയുമ്പോൾ യോഹന്നാൻ പറയുന്നത് ഈ സത്യാത്മാവിനെ സ്വീകരിച്ചു. എന്നിട്ട് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന 2 പേർക്ക്, ഒരാണും പെണ്ണും, നസ്രത്തിലെ മറിയമെന്നല്ല
പേരിടാത്ത 2 പേരാണ് യേശുവിൻ്റെ അമ്മയും യേശു സ്നേഹിച്ച ശിഷ്യനും. നസ്രത്തിലെ മറിയവും യോഹന്നാനും എന്നല്ല എഴുതിയിരിക്കുന്നത്, യേശു സ്നേഹിച്ച ശിഷ്യനും യേശുവിൻ്റെ അമ്മയും. അവർക്ക് ഈശോ ഈ ആത്മാവിനെ കൊടുത്തുകൊണ്ട് ഹി ഹാൻഡഡ് ഓവർ ദ സ്പിരിറ്റ് പാരാദീതുമേ, അവൻ ആത്മാവിനെ കൈമാറി. കാരണം അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയെങ്കിലേ, ഈ സമൃദ്ധമായ ജീവൻ കിട്ടിയെങ്കിലേ അവർക്ക് സാക്ഷ്യമാകാൻ പറ്റും. ദ സൊല്യൂഷൻ ടു എവറി പ്രോബ്ലം ഈസ് ദ ഡിവൈൻ ടച്ച്. അവൻ ആത്മാവിനെ കൈമാറി. പ്രിയപ്പെട്ടവർ, ഈശോ വന്നത് 10 സെൻറ്റ് സ്ഥലം തരാനോ ഒരു ജോലി വാങ്ങിച്ചു തരാനോ അല്ല. അവൻ വന്നത് ഈ സമൃദ്ധമായ ജീവൻ കൈമാറാനാണ്. ഈ സെക്കൻഡ് ടച്ച്, അതിനുവേണ്ടി ആഗ്രഹിക്കാം. ആശീർവാദത്തിൻ്റെ ഈ സമയം, ഈ സെക്കൻഡ് ടച്ചിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒന്നുകൂടെ തൊടണമേ, നിങ്ങളുടെ ജീവൻ കൈമാറി തരണമേ. ജീവൻ സമൃദ്ധമായ ജീവനാണ്, നിത്യജീവനാണ്. ഈ ഭൂമിയിൽ ജീവിക്കാൻ അവിടുത്തെ ഈ സെക്കൻഡ് ടച്ച് എനിക്ക് വേണം. എന്നെ ഒന്ന് കാണുവാൻ, എന്നെ ഒന്ന് തൊടുവാൻ യേശുവേ നീ വരണേ. ഹല്ലേലൂയ. എന്നെ ഒന്ന് കാണുവാൻ, എന്നെ ഒന്ന് തൊടുവാൻ യേശുവേ നീ വരണേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,